എന്തുകൊണ്ടാണ് പ്രാർത്ഥനയും ധ്യാനവും ശീലിച്ചിട്ടും ഒരു ചെറിയ പ്രകോപനത്തിന് മുന്നിൽ നമ്മൾ വീണ്ടും പഴയ മനുഷ്യനായി മാറുന്നത്? കാരണം നമ്മുടെ ബോധം ഇപ്പോഴും ഉറക്കത്തിലാണ്. വികാരം എന്നാൽ എനർജി ഇൻ മോഷൻ ആണ്. പ്രിസത്തിലൂടെ കടന്നു പോകുന്ന പ്രകാശം 7 നിറങ്ങളാകുന്നത് പോലെ ശുദ്ധമായ ബോധം മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ അത് ദേഷ്യമായും സ്നേഹമായും മാറും. ഇവിടെ മറ്റൊരാളല്ല, നമ്മളാണ് നമ്മുടെ വികാരങ്ങളുടെ ഉടമസ്ഥൻ. വികാരങ്ങളെ പുറത്ത് കളയുകയോ ഉള്ളിലേക്ക് അടിച്ചമർത്തുകയോ ചെയ്യരുത്. പകരം ഒരു കുന്നിൻ മുകളിലിരുന്ന് താഴെ പോകുന്ന വാഹനങ്ങളെ നോക്കുന്നത് പോലെ നമ്മുടെ വികാരങ്ങളെ സാക്ഷിയായി നോക്കി നിൽക്കൂ. അപ്പോൾ ആ ഊർജം അലിഞ്ഞു പോകുന്നത് നമ്മൾ അനുഭവിക്കും. ലൈംഗികതയായാലും ദേഷ്യമായാലും അത് പുറത്തേക്ക് കളയാതെ ഉള്ളിലെ ഉറവിടത്തിലേക്ക് തിരിച്ചുവിടുമ്പോൾ നമ്മൾ നമ്മുടെ ഊർജത്തിൻ്റെ യജമാനനാകുന്നു. മനസ്സിനെ ചികിത്സിക്കുകയല്ല, മനസ്സിനെ അതിവർത്തിച്ച് ആത്മാവാകുകയാണ് വേണ്ടത്. ഓർക്കുക, അബോധാവസ്ഥയിലെ താതാത്മ്യപ്പെടലാണ് നമ്മുടെ ഏറ്റവും വലിയ പാപം. ഓരോ പ്രകോപനവും നമുക്കുള്ളിലെ കാന്തിക കേന്ദ്രത്തെ പരീക്ഷിക്കുവാനുള്ള അവസരമാണ്. ഊർജം അതിൻ്റെ ഉറവിടത്തിലെത്തുമ്പോൾ നമ്മളൊരു കൊച്ചുകുട്ടിയെ പോലെ നിഷ്കളങ്കനാകുന്നു. ഇനി നമ്മൾ വികാരങ്ങളുടെ ഇരകളല്ല, വിധിയുടെ സൃഷ്ടാക്കളാണ്. നിങ്ങളിലെ ആ വലിയ ബോധത്തെ തിരിച്ചറിയുക. പ്രിയമുള്ളവരെ, നമസ്കാരം. ആത്മീയ പരമ്പരയുടെ അതീവ ഗൗരവമേറിയതും എന്നാൽ ജീവിതത്തെ അടിമുടി മാറ്റാൻ പ്രാപ്തിയുള്ളതുമായ ഇന്നത്തെ സവിശേഷമായ ചിന്തകളിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ 24ാമത്തെ വിദ്യയെക്കുറിച്ച് കഴിഞ്ഞ ഭാഗത്ത് വിശദമായി മനസ്സിലാക്കിയതാണ്. എന്നാൽ ഇന്ന് നമ്മൾ ലക്ഷ്യമിടുന്നത് ആ വിദ്യയുടെ ആഴങ്ങളിലേക്കും അതുവഴി നമ്മുടെ ഈ പ്രായോഗിക ജീവിതത്തിൽ വരുത്തേണ്ട വിപ്ലവകരമായ മാറ്റങ്ങളിലേക്കും സഞ്ചരിക്കാനാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ധ്യാനത്തിൻ്റെ നിശബ്ദതയിൽ ഞാൻ തിരഞ്ഞുകൊണ്ടിരുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് മഹത്തായ അനവധി വിദ്യകൾ അറിഞ്ഞിട്ടും പ്രായോഗിക ജീവിതത്തിലെ ചെറിയൊരു പ്രകോപനത്തിന് മുമ്പിൽ നമ്മൾ വീണ്ടും ഒരു സാധാരണ മനുഷ്യനായി മാറുന്നതെന്ന്? പലപ്പോഴും എന്നെ ഇത് ചിന്തിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള മറുപടികൾ വിജ്ഞാൻ ഭൈരവ തന്ത്രയിലൂടെയും ഓഷോ ദർശനങ്ങളിലൂടെയുമാണ് എനിക്ക് ലഭിച്ചത്. നമ്മൾ 24ാമത്തെ വിദ്യയിൽ പഠിച്ചത് ദേഷ്യം വരുമ്പോൾ അതിൻ്റെ ഉറവിടത്തിലേക്ക് നോക്കുവാനാണ്. അങ്ങനെയല്ലേ? പക്ഷേ ആ നോട്ടം എങ്ങനെ സംഭവിക്കണം? അബോധാവസ്ഥയുടെ ചങ്ങലകൾ എങ്ങനെ പൊട്ടിക്കണം? ഇതെല്ലാം നമുക്ക് ഒന്ന് നോക്കാം. ഭൗതികമായി നമ്മൾ കാണുന്ന ഈ ലോകവും ആത്മീയമായി നമ്മൾ തേടുന്ന ആ ശൂന്യതയും തമ്മിലുള്ള ഒരു പാലമാണ് നമ്മുടെ വികാരങ്ങൾ എന്നത്. നമ്മുടെ ആത്മീയ യാത്രയിൽ നമ്മൾ വികാരങ്ങളെ ശത്രുക്കളായല്ല, മറിച്ച് മിത്രങ്ങളായാണ് കാണാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓരോരുത്തരും അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന താതാത്മ്യപ്പെടൽ എന്ന മഹാപാപത്തെക്കുറിച്ചാണ്. നമ്മെ ആരെങ്കിലും അപമാനിക്കുമ്പോൾ നമ്മൾ അപമാനിതനാകുന്നു. അവിടെ നമ്മൾ നമ്മെ തന്നെ മറക്കുകയാണ്. ഈ വിദ്യയുടെ ലക്ഷ്യം എന്നത് ഏത് തിരമാലകൾക്കിടയിലും തകരാത്ത ഒരു കാന്തിക കേന്ദ്രം നമ്മുടെ ഉള്ളിൽ നിർമ്മിക്കുക എന്നതാണ്. ആഴത്തിലുള്ള ആ ആത്മീയ വിരുന്നിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. വികാരം അഥവാ ഇമോഷൻ എന്നാൽ എനർജി ഇൻ മോഷൻ അഥവാ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഊർജം എന്നാണല്ലോ അർത്ഥം. ഇതിനെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പ്രപഞ്ചത്തിലെ ഊർജം നിഷ്പക്ഷമാണെന്ന് നമുക്കറിയാം. കാറ്റിൽ നിന്ന് നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാം. തിരമാലകളിൽ നിന്ന് ഊർജത്തെ നിർമ്മിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ അനവധി മാർഗങ്ങൾ ഇന്ന് ലഭ്യമാണ്. അതുപോലെ തന്നെ നമുക്കുള്ളിലെ ഊർജവും ഒന്നേയുള്ളൂ. അത് ദേഷ്യമായി പുറത്തേക്ക് വരുമ്പോൾ നാം അതിനെ മോശമെന്നും അത് സ്നേഹമായി വരുമ്പോൾ അതിനെ നല്ലതെന്നും വിളിക്കുന്നു. വെളുത്ത പ്രകാശം
ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ അതും 7 നിറങ്ങളായി മാറുന്നത് പോലെ നമുക്കുള്ളിലെ ശുദ്ധമായ ബോധം മനസ്സെന്ന പ്രവർത്തന സംവിധാനത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് അത് പല വികാരങ്ങളായി മാറുന്നത്. നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ ആ നിമിഷം നമ്മൾ അവിടെയില്ല, അവിടെ ദേഷ്യം മാത്രമേ ഉള്ളൂ. നമ്മൾ ആ വികാരവുമായി പൂർണ്ണമായും താതാത്മ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് അവിടെ. ഈ അവസ്ഥയെയാണ് നാം പാപം എന്ന് വിളിക്കുന്നത്. കാരണം അവിടെ നമ്മുടെ ബോധം ഉറക്കത്തിലാണ്. അതുപോലെ തന്നെ നമ്മുടെ വികാരങ്ങൾക്ക് കാരണം പുറത്തുള്ള ഒരാളാണെന്നുള്ള വലിയൊരു തെറ്റിദ്ധാരണയും നമുക്കുണ്ട്. മറ്റൊരാൾ നമ്മെ ദേഷ്യം പിടിപ്പിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഊർജത്തിൻ്റെ താക്കോൽ അയാൾക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അയാൾക്ക് നമ്മെ എപ്പോൾ വേണമെങ്കിലും കളിപ്പിക്കാം. ഒരാൾ നമ്മെ നോക്കി വിഡ്ഢി എന്ന് വിളിച്ചാൽ നമുക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ എവിടെയോ ഒരു അപകർഷതാബോധം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ്. അയാൾ ചെയ്തത് ആ മുറിവിലൊന്ന് തൊട്ടു എന്നത് മാത്രമാണ്. ഈ ലോകം ഒരു വലിയ കണ്ണാടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലില്ലാത്ത ഒന്നും തന്നെ പുറത്തുള്ള ഒരാൾക്ക് നമ്മിൽ നിന്ന് പുറത്തെടുക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് വികാരം വരുമ്പോൾ അവരനെ മറന്നേക്കണം നമ്മൾ. എന്നിട്ട് നമുക്കുള്ളിലെ ആ കണ്ണാടിയിലേക്കൊന്ന് നോക്കണം. നമ്മൾ സാധാരണയായി വികാരങ്ങളെ കൈകാര്യം ചെയ്യുന്ന 2 രീതികളെയും നമുക്കൊന്ന് വിചാരണ ചെയ്യേണ്ടതുണ്ട്. വികാരം പുറത്തേക്ക് വിടുമ്പോൾ താൽക്കാലികമായ ആശ്വാസം ലഭിച്ചേക്കാം നമുക്ക്. പക്ഷേ ഓരോ തവണയും നമ്മൾ വിലപ്പെട്ട ആത്മീയ ഊർജത്തെയാണ് നഷ്ടപ്പെടുത്തുന്നത്. ഇത് പാത്രത്തിലെ സുഷിരങ്ങളിലൂടെ വെള്ളം ഒലിപ്പിച്ച് കളയുന്നത് പോലെയാണ്. പ്രകടനം അപകടമാണെന്ന് കണ്ട് നാം അത് ഉള്ളിലേക്ക് വിഴുങ്ങുന്നു. ഇത് അതിനേക്കാൾ വലിയ അപകടമാണ്. അടിച്ചമർത്തപ്പെട്ട ദേഷ്യം ഒരു സ്ലോ പോയിസൺ പോലെ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും രോഗാതുരമാക്കും. നാം ഇവിടെ തേടുന്നത് ഈ 2 കെണികളിലും പെടാതെ വികാരത്തിൻ്റെ ആ ഊർജത്തെ ഒന്നിനും ഉപയോഗിക്കാതെ അതിൻ്റെ പ്രഭവ കേന്ദ്രത്തിലേക്ക് തിരിച്ചുവിടുന്ന ആ മഹാവിദ്യയാണ്. ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഇനി മുതൽ നാം വികാരങ്ങളുടെ ഇരകളാകില്ല. നമുക്കുള്ളിൽ പതഞ്ഞു പൊങ്ങുന്ന ഓരോ വികാരവും നമ്മുടെ തന്നെ ഊർജമാണ്. അത് മറ്റാരിലേക്കും എറിഞ്ഞു കളയാനുള്ളതല്ലെന്നേ, മറിച്ച് നമ്മെ തന്നെ തിരിച്ചറിയുവാനുള്ള ഒരു സഹായമാണത്. നമ്മൾ വികാരങ്ങളുടെ മാനസികമായ തലങ്ങളെക്കുറിച്ച് സംസാരിച്ചു. എന്നാൽ ഇനി നമ്മൾ കുറച്ചുകൂടി പ്രായോഗികമായ ഒരു തലത്തിലേക്ക് കടക്കുകയാണ്. ഓർമ്മിക്കുക, മനസ്സെന്നത് ഒരു അരൂപിയായ ഒന്നാണ്. പക്ഷെ ശരീരത്തിന് രൂപമുണ്ട്. മനസ്സിനുണ്ടാകുന്ന ഓരോ ചലനവും ശരീരത്തിലൊരു പ്രതിഫലനം ഉണ്ടാക്കുന്നുണ്ട്. ദേഷ്യം വരുമ്പോൾ നമ്മുടെ രക്തസമ്മർദ്ദം കൂടുന്നു, ഹൃദയമിടിപ്പ് വർദ്ധിക്കും, കൈകൾ വിറയ്ക്കും. എന്തിനാണ് ശരീരം ഇങ്ങനെ പ്രതികരിക്കുന്നത്? കാരണം മനസ്സ് ശരീരത്തെ ഒരു യുദ്ധത്തിന് സജ്ജമാക്കുകയാണ്. ഈ വികാരം ഒരു ഊർജമായി നമ്മുടെ പേശികളിലും നാഡികളിലും കെട്ടി നിൽക്കും. ഇതിനെ എങ്ങനെയാണ് നാം ബോധപൂർവം കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് ഇനി നമുക്കുള്ള പ്രധാന ചർച്ചാ വിഷയം. നമ്മൾ അടിച്ചമർത്തുന്ന ഓരോ വികാരവും ശരീരത്തിൽ ഒളിച്ചിരിക്കും. എവിടെയായിരിക്കും അത് ഒളിച്ചിരിക്കുന്നത്? നമ്മൾ ദേഷ്യം അടിച്ചമർത്തുമ്പോൾ നമ്മുടെ താടിയെല്ലുകൾ മുറുകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കഴുത്തിലെ പേശികൾ വലിച്ചു മുറുക്കപ്പെടും. വർഷങ്ങളോളം ഇങ്ങനെ വികാരങ്ങൾ അടിച്ചമർത്തുമ്പോൾ ശരീരം ഒരു കവചം പോലെ കടുപ്പമേറിയതായി മാറും. ഇത് നമ്മുടെ സ്വാഭാവികമായ ഊർജപ്രവാഹത്തെ തടയുകയാണ് ചെയ്യുന്നത്. ഭൂരിഭാഗം ശാരീരിക രോഗങ്ങളും മനസ്സിൻ്റെ പിരിമുറുക്കത്തിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്നാണ് ആധുനിക ശാസ്ത്രം പോലും ഇന്ന് സമ്മതിക്കുന്നത്. അടിച്ചമർത്തപ്പെട്ട സങ്കടം ശ്വാസതടസ്സമായും ദേഷ്യം അസിഡിറ്റിയായും ഉത്കണ്ഠ ഉറക്കമില്ലായ്മയായും രൂപാന്തരപ്പെടും. ഒരു വികാരത്തെ പ്രകടിപ്പിച്ചില്ലെങ്കിൽ അത് പുറത്തേക്ക് പോകുന്നില്ല. അടിച്ചമർത്തിയാൽ അത് ഉള്ളിലേക്ക് പോകുന്നുമില്ല. അത് മധ്യത്തിൽ ഒരു ഭാരമായി, ഒരു മരവിച്ച ഊർജമായി നമ്മുടെ ശരീരത്തിൽ തങ്ങി നിൽക്കും.
ഇവിടെയാണ് നമ്മുടെ ഈ വിദ്യയുടെ പ്രസക്തി ഇരിക്കുന്നത്. ഇവിടെ നമ്മൾ വികാരത്തോട് പൊരുതുകയല്ല, മറിച്ച് അതിനെ നിരീക്ഷിക്കുക എന്നതാണ് വഴി. നമ്മളൊരു കുന്നിൻ മുകളിൽ ഇരുന്നു കൊണ്ട് താഴെ റോട്ടിലൂടെ പോകുന്ന വാഹനങ്ങളെ നോക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ പതഞ്ഞു പൊങ്ങുന്ന ദേഷ്യത്തെ നോക്കി നിൽക്കണം നമ്മൾ. എനിക്ക് ദേഷ്യം വരുന്നു എന്നതിന് പകരം എൻ്റെ ഉള്ളിൽ ദേഷ്യമെന്ന ഒരു തരംഗമുണ്ടാകുന്നു, ഞാനത് നോക്കി കാണുന്നു എന്ന് തിരിച്ചറിയണം നമ്മൾ. നമ്മളൊരു വികാരത്തെ നിരീക്ഷിക്കാൻ തുടങ്ങുന്ന നിമിഷം ആ വികാരവും നമ്മളും തമ്മിൽ ഒരു വിടവുണ്ടാകുകയും നമ്മൾ ആ വികാരമായി മാറാതിരിക്കുമ്പോൾ ആ വികാരത്തിന് ഇന്ധനം ലഭിക്കാതെ വരികയും ചെയ്യും. തീയിൽ വിറകിടുന്നത് നിർത്തിയാൽ അത് താനെ അണയുന്നത് പോലെയാണത്. നമ്മുടെ ശ്രദ്ധ വികാരത്തിൽ നിന്ന് മാറി നിരീക്ഷകനിലേക്ക് എത്തുമ്പോൾ വികാരം അവിടെ അലിഞ്ഞു പോകുകയാണ്. ശരി, ഇതിനായി നമുക്കൊരു ചെറിയ പരിശീലനം ചെയ്യാവുന്നതാണ്. കണ്ണുകളടച്ച് ശാന്തമായി ഇരുന്നു കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച അല്ലെങ്കിൽ ദേഷ്യം പിടിപ്പിച്ച ഒരു കാര്യം ഓർത്തെടുക്കുക. ഇപ്പോൾ ആ ദേഷ്യം നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് അനുഭവപ്പെടുന്നതെന്ന് നോക്കണം. അത് നമ്മുടെ നെഞ്ചിലാണോ അതോ വയറ്റിലാണോ അനുഭവപ്പെടുന്നത്? ആ ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിനെ മാറ്റാൻ ശ്രമിക്കരുത്, അടിച്ചമർത്തുകയും അരുത് എന്നതാണ്. അതവിടെ ഉണ്ടെന്ന് സമ്മതിക്കണം. എന്നിട്ട് അതിനെ വെറുതെ നോക്കി നിൽക്കുക. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ആ പിരിമുറുക്കം ഒരു മഞ്ഞുതുള്ളി പോലെ ഉരുകിപ്പോകുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരീരം മനസ്സിൻ്റെ ഒരു ദൃശ്യരൂപം മാത്രമാണെന്നും സാക്ഷിഭാവത്തിലൂടെ പേശികളിലെയും നാഡികളിലെയും പിരിമുറുക്കം അഴിച്ചു കളയാൻ പഠിക്കുമ്പോൾ നാം യഥാർത്ഥ ആരോഗ്യത്തിലേക്കും സമാധാനത്തിലേക്കും പ്രവേശിക്കുകയാണെന്നാണ്. നമ്മൾ സാധാരണയായി വികാരങ്ങളെ ഭയപ്പെടുകയോ അവയെ ഓടിച്ചു വിടാൻ ശ്രമിക്കുകയോ ആണ് ചെയ്യുന്നത്. എന്നാൽ ഓഷോ നമ്മോട് പറയുന്നത് വികാരങ്ങളെ സ്നേഹിക്കാനാണ്. ഇതെന്തുകൊണ്ടെന്നാൽ നമ്മുടെ ആന്തരിക ലോകത്തേക്കുള്ള വാതിലുകൾ തുറക്കുവാനുള്ള താക്കോലുകൾ ഈ വികാരങ്ങളാണ്. ഒരു മുറിയിൽ ഇരുട്ടാണെങ്കിൽ പുറത്തുനിന്നുള്ള ചെറിയ വെളിച്ചം നോക്കി നമുക്ക് ആ വാതിൽ കണ്ടെത്താൻ പറ്റും. അതുപോലെ ദേഷ്യമോ സ്നേഹമോ വെറുപ്പോ നമ്മുടെ ഉള്ളിൽ പതഞ്ഞു പൊങ്ങുമ്പോൾ ആ ഊർജത്തിൻ്റെ ചൂട് പിന്തുടർന്നാൽ നമുക്ക് നമ്മുടെ ആത്മചൈതന്യത്തിൻ്റെ ഉറവിടത്തിലെത്താൻ പറ്റും. വികാരം എന്നതൊരു ശത്രുവല്ലെന്നേ, അതൊരു വഴിവിളക്കാണ്. ആ വഴിയിലൂടെ എങ്ങനെ താഴേക്ക് സഞ്ചരിക്കാമെന്ന് നമുക്ക് നോക്കാം. വികാരങ്ങൾ കേവലം മാനസികമായ അവസ്ഥകളല്ല, അവ ഊർജത്തിൻ്റെ പ്രവാഹങ്ങളാണ്. സാധാരണയായി വികാരമുണ്ടാവുമ്പോൾ അത് പുറത്തേക്ക് പ്രക്ഷേപിക്കപ്പെടുകയാണല്ലോ. എന്നാൽ ഈ വിദ്യയിൽ നാം ചെയ്യുന്നത് ആ ഊർജത്തെ ഉള്ളിലേക്ക് തിരിച്ചുവിടുക എന്നതാണ്. വികാരം ചൂടുള്ളതായിരിക്കുമ്പോൾ ആ വഴി കൂടുതൽ വ്യക്തമായിരിക്കും. ആ ചൂടിനെ പിന്തുടരുകയാണ് നമ്മൾ വേണ്ടത്. ഊർജം അതിൻ്റെ ഉറവിടത്തിലിരിക്കുമ്പോൾ അതിന് രൂപമുണ്ടാകില്ല. അത് ശുദ്ധവുമാണ്. അത് സ്നേഹമോ ദേഷ്യമോ അല്ല, വെറും ഊർജം മാത്രമാണ്. ഒരു ഫാനിലേക്ക് എത്തുമ്പോൾ അത് കാറ്റായും ഒരു ഹീറ്ററിലേക്ക് എത്തുമ്പോൾ അത് ചൂടായും മാറുന്ന വൈദ്യുതിയെ പോലെയാണിത്. ഉറവിടത്തിലിരിക്കുമ്പോൾ അത് നിഷ്പക്ഷമാണ്. വികാരത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ നമ്മുടെ കേന്ദ്രത്തിലെത്തുമ്പോൾ വികാരം അവിടെ താനെ അപ്രത്യക്ഷമാകും. അവിടെ നമ്മൾ ശാന്തനാണ്, ബോധവാനാണ്. ഈ വിദ്യ പ്രാവർത്തികമാക്കുവാൻ വേണ്ടി നാം ബോധപൂർവം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരാൾ നമ്മെ അപമാനിക്കുമ്പോൾ ഉടനെ തന്നെ തിരിച്ചു പ്രതികരിക്കരുത്. ആ നിമിഷം കഴിയുമെങ്കിൽ ഒന്ന് കണ്ണടച്ച് നമുക്കുള്ളിൽ ഉണ്ടാകുന്ന ആ വികാരത്തിൻ്റെ തിളപ്പൊന്ന് നിരീക്ഷിക്കണം. ആ ഊർജം എവിടെ നിന്നാണ് വരുന്നതെന്നൊന്ന് നോക്കണം. ദേഷ്യം നമ്മുടെ നെഞ്ചിൽ നിന്നാണോ വയറ്റിൽ നിന്നാണോ വരുന്നത് എന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം. ശേഷം അത് അനുഭവപ്പെട്ട ആ ബിന്ദുവിൽ നിന്ന് കുറച്ചുകൂടി ആഴങ്ങളിലേക്കൊന്ന് നോക്കുക. ആ ഊർജത്തിൻ്റെ വേരുകൾ എവിടെയാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. നമ്മൾ ആഴത്തിലേക്ക് പോകുന്തോറും ദേഷ്യം കുറയുകയും ഒരു പ്രത്യേക തരം നിശബ്ദത അവിടെ അനുഭവപ്പെടുകയും ചെയ്യും. വികാരങ്ങൾ അതീവ തീവ്രമാകുമ്പോൾ അവയ്ക്ക് നമ്മെ
സമാധിയിലേക്ക് നയിക്കാൻ എളുപ്പമാണ്. കാരണം തീവ്രതയുള്ള ഊർജത്തിന് മാത്രമേ നമ്മെ ആഴങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയൂ എന്നതാണ്. അതുകൊണ്ടാണ് തന്ത്രശാസ്ത്രത്തിൽ വികാരങ്ങളെ അടിച്ചമർത്തരുത് എന്ന് പറയുന്നത്. മഹാനായ ജോർജ് ഗുർജീഫ് തൻ്റെ ശിഷ്യന്മാരിൽ ബോധപൂർവം ദേഷ്യം സൃഷ്ടിക്കുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ശിഷ്യന്മാരെ പ്രകോപിപ്പിച്ച് അവരിൽ വികാരങ്ങൾ ഉണ്ടാക്കിയ ശേഷം പെട്ടെന്ന് തന്നെ അവരോട് ഉള്ളിലേക്ക് നോക്കാൻ അദ്ദേഹം ആവശ്യപ്പെടും. ആ വികാരം അത്രയ്ക്കും തീവ്രമായതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ഉറവിടത്തിലെത്താൻ കഴിഞ്ഞിരുന്നു. നമ്മൾ നോക്കിയാൽ നമ്മുടെ ജീവിതം നമുക്ക് ഇത്തരം ഒരുപാട് അവസരങ്ങൾ നൽകുന്നുണ്ട്. ഓരോ പ്രകോപനവും നമ്മുടെ കേന്ദ്രം കണ്ടെത്തുവാനുള്ള ഒരു സുവർണ അവസരമാണ്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് വികാരങ്ങൾ നമ്മുടെ തടവറകളല്ല, മറിച്ച് മോചനത്തിനുള്ള വഴികളാണെന്നാണ്. ആ ഊർജത്തോടൊപ്പം ഉള്ളിലേക്ക് താഴാൻ പഠിക്കുന്നവൻ ജീവിതത്തിലെ എല്ലാ കൊടുങ്കാറ്റുകൾക്കിടയിലും ശാന്തനായിരിക്കും. ആത്മീയതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും തൊടാൻ മടിക്കുന്ന, തൊട്ടാൽ കൈപൊള്ളുന്ന, തെറ്റിദ്ധരിക്കപ്പെടുന്ന, പറയാൻ മടിയുള്ള ഒരു വിഷയമാണ് ലൈംഗികത എന്നത്. എന്നാൽ വിജ്ഞാൻ ഭൈരവ തന്ത്രത്തിൻ്റെ ഈ പശ്ചാത്തലത്തിൽ നമുക്ക് അതിനെ ഒരിക്കലും മാറ്റി നിർത്താൻ സാധിക്കില്ല. അതെന്തുകൊണ്ടെന്നാൽ മനുഷ്യനിലെ ഏറ്റവും വലിയ ഊർജ സ്രോതസ് എന്നത് ലൈംഗികതയാണ്. നമുക്കറിയാം, നമ്മുടെ സമൂഹം ലൈംഗികതയെ അടിച്ചമർത്താനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ അടിച്ചമർത്തപ്പെട്ട ലൈംഗികത എങ്ങനെയാണ് അക്രമമായും ദേഷ്യമായും മാറുന്നതെന്ന് നാം തിരിച്ചറിയണം. ഈ ലൈംഗികതയെ ഒരു ശത്രുവായി കാണാതെ അതിലെ ഊർജത്തെ എങ്ങനെ ബോധപൂർവം ഉയർത്താമെന്ന് പഠിക്കുന്നതാണ് യഥാർത്ഥ ബ്രഹ്മചര്യം. ഇതെല്ലാം തുറന്നു പറയാനുള്ള ധൈര്യം കാണിച്ചത് മഹാഗുരു ഓഷോയാണ്. ഓഷോയുടെ ചിന്തകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും എന്നാൽ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടതുമായ ഒരു വിഷയമാണ് ലൈംഗികത. അദ്ദേഹത്തിൻ്റെ വീക്ഷണം അനുസരിച്ച് സെക്സ് എന്നത് അടിച്ചമർത്തപ്പെടേണ്ട ഒന്നല്ല, മറിച്ചത് ആത്മീയതയിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണെന്നുള്ളതാണ്. നമ്മൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ചിന്തകളില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. ആ നിമിഷം ധ്യാനത്തിന് സമാനമാണെന്നും ഈ നിശബ്ദതയെ തിരിച്ചറിഞ്ഞ് അതിനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും ലൈംഗികതയെ ഒരു പവിത്രമായ കലയായി കാണാനുമാണ് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ സെക്സിനെ ഭയപ്പെടാതെ അതിലൂടെ കടന്നുപോയി അതിനെ അതിജീവിക്കുക എന്നതാണ് ഓഷോയുടെ സന്ദേശം. ശരി, നമ്മളിപ്പോൾ മാംസത്തിനപ്പുറമുള്ള ഊർജതന്ത്രത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ഊർജമൊന്നേ ഉള്ളൂ. അത് ഏത് വഴിയിലൂടെ ഒഴുകുന്നു എന്നതിനനുസരിച്ചാണ് അതിന് പേര് ലഭിക്കുന്നത്. ലൈംഗികതയും ദേഷ്യവും ഒരേ ഊർജത്തിൻ്റെ രണ്ട് ഭാവങ്ങളാണ്. ലൈംഗികമായി തൃപ്തനല്ലാത്ത ഒരാൾ കൂടുതൽ അക്രമാസക്തനാകുന്നത് നാം കാണാറുണ്ട്. പട്ടാളക്കാർക്ക് ലൈംഗികത നിഷേധിക്കപ്പെടുന്നത് അവരിലെ യുദ്ധവീര്യം അഥവാ അക്രമവാസന നിലനിർത്താനാണ്. ഊർജം ലൈംഗികതയിലൂടെ പുറത്തേക്ക് പോയില്ലെങ്കിൽ അത് ദേഷ്യമായി മാറും. മതം ലൈംഗികതയെ എതിർക്കുമ്പോൾ അത് അറിയാതെ തന്നെ മനുഷ്യനിൽ അക്രമം വളർത്തുകയാണ് ചെയ്യുന്നത്. അടിച്ചമർത്തപ്പെട്ട സന്യാസിമാർ പലപ്പോഴും അക്രമാസക്തരും വിദ്വേഷം പ്രകടിപ്പിക്കുന്നവരുമായി മാറുന്നത് എന്തുകൊണ്ടാണെന്ന് ഓഷോ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. അവരുടെ ഊർജം തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ് ഉള്ളതെന്ന് ഓഷോ പറയുന്നു. അത് പുറത്തേക്ക് പോകുന്നില്ല, ഉറവിടത്തിലേക്കൊട്ട് മടങ്ങുന്നുമില്ല. യഥാർത്ഥ ബ്രഹ്മചര്യം എന്നത് ലൈംഗികതയെ വെറുക്കലല്ല. നോക്കൂ, നമ്മിലുള്ള ലൈംഗിക ഊർജം താഴേക്കൊഴുകുമ്പോൾ അത് പുനരുൽപാദനത്തിനുള്ളതാണ്. എന്നാൽ അതേ ഊർജം ഉള്ളിലേക്ക് തിരിഞ്ഞ് ഉറവിടത്തിലേക്ക് മടങ്ങുമ്പോൾ അത് ബോധോദയത്തിനുള്ളതായി മാറും. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ വികാരങ്ങൾ ചൂടുള്ളതാകുമ്പോൾ ആ വഴിയിലൂടെ ഊർജത്തെ നമുക്ക് ഉറവിടത്തിലേക്ക് തിരിച്ചുവിടാൻ പറ്റും.
ലൈംഗികോർജം ഏറ്റവും തീവ്രമായ ഒന്നായതുകൊണ്ട് അതിനെ ശരിയായി ഉപയോഗിച്ചാൽ അത് നമ്മെ അതീവ വേഗത്തിൽ കേന്ദ്രത്തിലെത്തിക്കും. ഉറവിടത്തിലെത്തുന്ന ലൈംഗികോർജം ലൈംഗികത അല്ലാതായി മാറും. അത് വെറും ചൈതന്യമാണ്. ഈ അവസ്ഥയിൽ നമ്മൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ നിഷ്കളങ്കനായി മാറും. അവിടെ നമുക്കുള്ളിൽ കാമമുണരുമ്പോൾ അതിനെ പാപമായി കാണരുത്. ആ നിമിഷം കണ്ണുകളടച്ച് ആ ഊർജം നട്ടലിലൂടെ എങ്ങനെയാണ് സ്പന്ദിക്കുന്നതെന്ന് നിരീക്ഷിക്കണം നമ്മൾ. അതിനോടൊപ്പം ഒന്നും ചെയ്യരുത്. ആ ഊർജത്തെ പ്രകടിപ്പിക്കുകയോ അടിച്ചമർത്തുകയോ ചെയ്യാതെ അതിൻ്റെ സാക്ഷിയായിരിക്കുക. ആ ഊർജം താനെ ശാന്തമായി നമുക്കുള്ളിലെ നിശബ്ദതയിലേക്ക് മടങ്ങുന്നത് നമുക്ക് അനുഭവപ്പെടും. ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മളിവിടെ തിരിച്ചറിയേണ്ടത് ലൈംഗികത എന്നത് ഒരു ശപിക്കപ്പെട്ട കാര്യമല്ല, മറിച്ച് പ്രപഞ്ചം നമുക്ക് നൽകിയ വലിയൊരു ഊർജ ശേഖരമാണെന്നാണ്. ബോധപൂർവം ഇതിനെ ഉപയോഗിച്ചാൽ അത് നമ്മെ ദൈവികതയിലേക്ക് നയിക്കുന്നതാണ്. നമ്മളൊക്കെ മനഃശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴോ ചിന്തിക്കുമ്പോഴോ ഫ്രോയിഡിനെയും യൂങ്ങിനെയും പോലുള്ള മഹാരഥന്മാരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അവർ മനുഷ്യ മനസ്സിനെ അപഗ്രഥിക്കാൻ ഒരുപാട് ശ്രമിച്ചവരാണ്. എന്നാൽ ഒരു പരിധിക്കപ്പുറം അവർക്ക് പോകാനും കഴിഞ്ഞിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പാശ്ചാത്യ മനഃശാസ്ത്രം വിശ്വസിക്കുന്നതേ മനസ്സിനപ്പുറം ഒന്നുമില്ല എന്നാണ്. അവർക്ക് മനസ്സെന്നത് നമ്മളാണ്. എന്നാൽ പൗരസ്ത്യ ദർശനം പറയുന്നത് മനസ്സെന്നത് ഒരു രോഗമാണെന്നാണ്. രോഗത്തെ ചികിത്സിക്കുകയല്ല, മറിച്ച് രോഗത്തിൽ നിന്ന് പുറത്തു കടക്കുകയാണ് വേണ്ടതെന്ന് അവർ പറയുന്നു. നമ്മളിവിടെ മനസ്സിനെ എങ്ങനെ ഒരു ഉപകരണമായി മാത്രം കാണാനെന്ന് പഠിക്കുകയാണ്. പൗരസ്ത്യ ദർശനപ്രകാരം മനസ്സിനൊരിക്കലും പൂർണ്ണമായ ആരോഗ്യം ലഭിക്കില്ല. പാശ്ചാത്യ മനഃശാസ്ത്രമോ നമ്മളെ ഒരു സാധാരണ മനുഷ്യനാക്കാൻ ശ്രമിക്കുകയുമാണ്. അതായത് ആൾക്കൂട്ടത്തെ പോലെ ജീവിക്കാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ ആൾക്കൂട്ടം തന്നെ രോഗാതുരമാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ അവരെ പോലെ ആകുന്നത് എങ്ങനെ ആരോഗ്യമാകും? പൗരസ്ത്യ ദർശനത്തിൽ മാനദണ്ഡം സമൂഹമല്ല, മറിച്ച് ബുദ്ധനാണ്. ഒരു ബുദ്ധനായി തീരാത്ത കാലത്തോളം ഒരിക്കലും നമ്മൾ പൂർണ്ണ ആരോഗ്യവാന്മാരല്ല എന്നാണ് പൗരസ്ത്യ ദർശനം നമ്മോട് പറയുന്നത്. മനസ്സിൻ്റെ ചങ്ങലകളിൽ നിന്ന് പൂർണ്ണമായും വിമുക്തനായി ആത്മാവിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണത്. നമ്മളെല്ലാം മനസ്സിൻ്റെ പിരി അഴിക്കുന്നത് മനസ്സിനെ നന്നായി പ്രവർത്തിപ്പിക്കാനല്ല, മറിച്ച് മനസ്സഴിഞ്ഞു വീഴുമ്പോൾ അതിനടിയിലുള്ള ബോധത്തെ കണ്ടെത്താനാണ്. ഫ്രോയിഡ് വിശ്വസിച്ചിരുന്നത് മനുഷ്യൻ ഒരിക്കലും പൂർണ്ണ സന്തോഷവാനാകാൻ കഴിയില്ല എന്നാണ്. ഒരു മൃഗത്തിന് സന്തോഷം അനുഭവിക്കാൻ കഴിയും, പക്ഷെ അത് അറിയുന്നില്ല. അത് മനുഷ്യന് ബുദ്ധിയുണ്ട്, അതിനാൽ അവന് സന്തോഷം അനുഭവിക്കാനും കഴിയില്ല. അതിൻ്റെ കാരണം ബുദ്ധി എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുമെന്നതാണ്. ഇതിനായി പൗരസ്ത്യർ കണ്ടെത്തിയ വഴി എന്നത് മനസ്സിൻ്റെ താഴേക്ക് പോയി ഒരു മൃഗമായാൽ നിങ്ങൾക്ക് സന്തോഷിക്കാമെന്നാണ്. മനസ്സിനുള്ളിൽ നിന്നാൽ ഒരുപക്ഷെ നിങ്ങൾക്കത് അറിയാൻ പറ്റും, പക്ഷെ അവിടെ സന്തോഷമുണ്ടാകില്ല. എന്നാൽ മനസ്സിന് മുകളിൽ പോയാൽ, ആത്മാവിൽ ലയിച്ചാൽ നമുക്ക് സന്തോഷം അനുഭവിക്കാനും അത് അറിയാനും കഴിയുമെന്നാണ്. ഇതിനെയാണ് ആനന്ദമെന്ന് വിളിക്കുന്നത്. മനസ്സെന്നതൊരു കയർ പോലെയാണ്. ഒന്നുകിൽ പുറകോട്ട് പോയി മൃഗമാകാം, അല്ലെങ്കിൽ മുന്നോട്ട് പോയി ദൈവമാകാം. കയറിൽ നിൽക്കുന്നതെന്നത് ഒരു പിരിമുറുക്കമാണ്. ആ കയറിൽ നിന്ന് ഇറങ്ങുന്നതാണ് ധ്യാനം എന്ന് പറയുന്നത്. നിശബ്ദതയെ നമുക്ക് രണ്ട് തരത്തിൽ കാണാം. ഒന്ന് മനസ്സമാധാനം. അവിടെ മനസ്സുണ്ട്, പക്ഷെ അത് ശാന്തമാണ്. രണ്ടാമത്തേത് മനസ്സില്ലാത്ത അവസ്ഥയാണ്, നോ മൈൻഡ് അഥവാ സമാധി. അവിടെ മനസ്സ് തന്നെ അപ്രത്യക്ഷമാകുകയാണ്. ആ നിശബ്ദതയാണ് ശാശ്വതം. നമ്മുടെ വികാരങ്ങളെ സാക്ഷിയായി നിരീക്ഷിക്കുമ്പോൾ നമ്മൾ മനസ്സിനെ ചികിത്സിക്കുകയല്ല, മറിച്ച് അതിന് മുകളിലേക്ക് പറന്നുയരുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ തിരിച്ചറിയേണ്ടത് മനസ്സൊരു യജമാനനല്ല, അതൊരു വേലക്കാരൻ മാത്രമാണെന്നാണ്. നമ്മുടെ യജമാന സ്ഥാനം തിരിച്ചു പിടിക്കുന്നതാണ് ആത്മീയത.
പ്രിയമുള്ളവരെ, താന്ത്രികാചാര്യനായ ജോർജ് ഗുർജിഫ് പറഞ്ഞിട്ടുണ്ട്, താതാത്മ്യപ്പെടൽ ഒരു പാപമാണെന്ന്. എന്നാൽ നാം മുൻപത്തെ വിദ്യകളിൽ പഠിച്ചത് പനിനീർപ്പൂവുമായോ പ്രിയപ്പെട്ടവരോടോ താതാത്മ്യപ്പെടാനാണ്. ഇതൊരു വൈരുദ്ധ്യമല്ലേ എന്ന് നമുക്ക് സംശയം തോന്നാം. എന്നോട് 2-3 പേർ ചോദിക്കുകയുമുണ്ടായി. ഇവിടെയാണ് നാം ആ താതാത്മ്യപ്പെടലിൻ്റെ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. നാം അറിയാതെ ദേഷ്യത്തോടോ നമ്മുടെ പേരിനോടോ ഒട്ടി നിൽക്കുന്നത് അബോധമായ താതാത്മ്യമാണ്. അത് നമ്മെ അടിമകളാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ധ്യാനത്തിൽ നാം ചെയ്യുന്നത് ബോധപൂർവമായ താതാത്മ്യമാണ്. നാം ബോധത്തോടെ ഒരു പൂവായി മാറാൻ ശ്രമിക്കുകയാണ്. ബോധാവസ്ഥ കൂടുമ്പോൾ പ്രവർത്തികൾ ധ്യാനമായി മാറുകയാണ്. നാഗാർജുനൻ തൻ്റെ ശിഷ്യനായ കള്ളന് നൽകിയ ഉപദേശം എന്നത് ഇതായിരുന്നു: നീ മോഷണം തുടർന്നോളൂ, പക്ഷെ അത് പൂർണ്ണ ബോധത്തോടെ ചെയ്യുകയെന്ന്. അത് വല്ലാത്തൊരു ഉപദേശമായി പോയി. കാരണം ബോധമുണരുമ്പോൾ മോഷണം അവിടെ അസാധ്യമായി മാറും. കാരണം പ്രകാശമുള്ളിടത്ത് ഇരുട്ടിനൊരിക്കലും നിലനിൽപ്പില്ലല്ലോ. നമ്മുടെ ഊർജം ചിതറിപ്പോകാതെ ഉറവിടത്തിൽ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മളുടെ വ്യക്തിത്വത്തിന് ഒരു മാറ്റം സംഭവിക്കും. ഊർജം കേന്ദ്രീകരിക്കപ്പെട്ട ഒരാളുടെ സാന്നിധ്യം മറ്റുള്ളവരെ ആകർഷിക്കും അവിടെ. ഇതിനെയാണ് കാന്തിക കേന്ദ്രം എന്ന് വിളിക്കുന്നത്. ബുദ്ധന്റെ സാന്നിധ്യം അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയ 5 ശിഷ്യന്മാരെ വീണ്ടും അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീഴ്ത്തിയത് ഇതേ ഊർജം കൊണ്ടാണ്. വികാരങ്ങൾ വരുമ്പോൾ അത് പുറത്തേക്ക് കളയാതെ ഉള്ളിലേക്ക് തിരിച്ചു വിടുമ്പോൾ നമ്മൾ നമ്മുടെ ഊർജത്തിൻ്റെ യജമാനനായി മാറുകയാണ്. ഈ അവസ്ഥയിൽ നമുക്ക് ആരോടും പ്രത്യേക മമതകളോ വെറുപ്പോ ഉണ്ടാവില്ല. പകരം പ്രപഞ്ചത്തോളം വലിയൊരു കാരുണ്യം നമ്മിൽ നിന്ന് പ്രവഹിക്കും. സ്നേഹമുള്ളവരെ, നമ്മളിപ്പോൾ കുറച്ച് സമയം കൊണ്ട് സഞ്ചരിച്ചത് വികാരങ്ങളുടെ താഴ്വരകളിൽ നിന്ന് ബോധത്തിൻ്റെ കൊടുമുടികളിലേക്കാണ്. ജീവിതത്തിലെ ഓരോ നിമിഷവും ഒരു അവസരമാണെന്നേ. ഓരോ പ്രകോപനവും നമ്മുടെ ഉള്ളിലെ ആ കാന്തിക കേന്ദ്രം എത്രത്തോളം ശക്തമാണെന്ന് പരിശോധിക്കാനുള്ള ഒരു പരീക്ഷണമാണ്. ഊർജമതിൻ്റെ പ്രഭവ കേന്ദ്രത്തിലെത്തുമ്പോൾ നമ്മൾ വീണ്ടും ഒരു കൊച്ചുകുട്ടിയെ പോലെ നിഷ്കളങ്കനാകുകയാണ്. അതീവ ബുദ്ധിമാനായിരിക്കുമ്പോൾ തന്നെ ഒരു കൊച്ചുകുട്ടിയുടെ ലാളിത്യം കൊണ്ടു നടക്കുക എന്നതാണ് സത്യത്തിൽ ബോധപ്രാപ്തി എന്നത്. ഏറ്റവും പ്രിയമുള്ള സത്യാന്വേഷികളെ, ആത്മബന്ധുക്കളെ, നമ്മുടെ ഈ ആഴമുള്ള ഇന്നത്തെ ചിന്തകൾ ഇവിടെ അവസാനിക്കുകയാണ്. വികാരങ്ങളെയും അബോധാവസ്ഥയെയും കുറിച്ച് നാം നടത്തിയ ഈ വിചാരണ നമ്മിൽ വലിയൊരു പരിവർത്തനത്തിന് തുടക്കം കുറിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വളരെ കുറച്ചു കാലത്തെ എൻ്റെ ആത്മീയ സാധനയിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞ ഒരു വലിയ സത്യമെന്നത്, നമ്മുടെ ഈ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമെന്നത് അത് നമ്മുടെ ബോധമാണെന്നുള്ളതാണ്. വികാരങ്ങളുടെ വേലിയേറ്റങ്ങൾക്കിടയിലും തകരാത്ത ആ നിശബ്ദത നമ്മിൽ വളരട്ടെ. നമ്മളിനി മുതൽ വികാരങ്ങളുടെ ഇരകളല്ല, മറിച്ച് നമ്മുടെ വിധി നിശ്ചയിക്കുന്ന സൃഷ്ടാക്കളാണ്. ഈ കുറച്ചു സമയം എന്നോടൊപ്പം സഹകരിച്ചതിനും നിങ്ങളുടെ ഹൃദയം തുറന്നതിനും വലിയ വലിയ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ദിവ്യബോധം എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും. അടുത്ത ഭാഗങ്ങളിൽ വിജ്ഞാൻ ഭൈരവ തന്ത്രയിലെ കൂടുതൽ വിദ്യകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്കുള്ളിലെ ആ നിശബ്ദതയെ സ്നേഹിക്കുക. സ്നേഹത്തോടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.